ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി 17,000 കോടി രൂപ കടന്നു. ആഗോള വിലയിലെ ഉയർച്ച ഇന്ത്യക്ക് നേട്ടമായി. രാജ്യത്തെ കാപ്പി കയറ്റുമതിയുടെ മൂല്യം 17,000 കോടി രൂപ കടന്നു. 2025 ഡിസംബർ 16 വരെ 17,106 കോടി രൂപയുടെ കാപ്പിയാണ് ഇന്ത്യ കയറ്റി അയച്ചതെന്നാണ് കോഫി ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ 13,624 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 25% കയറ്റുമതി മൂല്യത്തിലുണ്ടായ വർധന. പ്രധാന കാപ്പി ഉൽപാദകരായ ബ്രസീലിലെയും വിയറ്റ്നാമിലെയും പ്രതികൂല കാലാവസ്ഥയാണ് കാപ്പി വില ഉയരാൻ കാരണം. ഉൽപാദനം കുറഞ്ഞത് ആഗോള വിതരണത്തെ ബാധിച്ചിരുന്നു. പ്രധാന ഉൽപാദന രാജ്യങ്ങളിൽ വിളവ് കുറഞ്ഞത് ഇന്ത്യക്ക് നേട്ടമായി. എന്നാൽ ഈ കാലയളവിൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത കാപ്പിയുടെ മൂല്യത്തിൽ വർധനയുണ്ടെങ്കിലും അളവിൽ ഇടിവുണ്ടായി. പ്രധാന വിപണിയായ യൂറോപ്പിലെ ഒരു വിഭാഗം രാജ്യങ്ങൾ ഇന്ത്യൻ കാപ്പിയേക്കാൾ വില കുറഞ്ഞ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചതാണ് ഇതിന് കാരണം. 2025 ഡിസംബർ 16 വരെയുള്ള കാപ്പി കയറ്റുമതിയുടെ അളവ് 6% കുറഞ്ഞ് 3.66 ലക്ഷം ടണ്ണിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3.91 ലക്ഷം ടണ്ണായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പല സംസ്ഥാനങ്ങളിലും യൂറിയ ലഭ്യത കുറയുന്നു. കർഷകർ ആശങ്കയിൽ. യൂറിയ വാങ്ങാൻ മൊബൈൽ ആപ്പ് പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് തെലങ്കാന കൃഷി വകുപ്പ്. തെലങ്കാനയിൽ കർഷകർക്ക് യൂറിയ വാങ്ങുന്നതിനായി മൊബൈൽ ഫോൺ ആപ്പ് അധിഷ്ഠിത വാങ്ങൽ സംവിധാനം സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. വളത്തിന്റെ തടസ്സമില്ലാത്ത വിതരണവും വിൽപ്പനയും ഉറപ്പാക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഫെർട്ടിലൈസർ ബുക്കിംഗ് ആപ്പ് എന്ന പേരിൽ ആപ്പ് ലഭ്യമാകും. അടുത്ത ആഴ്ച ആദ്യം സംസ്ഥാനത്തുടനീളം ഇത് വ്യാപിപ്പിക്കാനാണ് സാധ്യത. ഈ വർഷം ആദ്യം ഖാരിഫ് വിള സീസണിൽ കർഷകർക്ക് യൂറിയ വിതരണം ചെയ്തതിൽ അധികൃതർ വിമർശനം നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. യൂറിയയുടെ ലഭ്യതയെക്കുറിച്ചുള്ള കർഷകരുടെ പരാതി ഇല്ലാതാക്കുക എന്നതാണ് പ്രാഥമിക ശ്രദ്ധയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബുക്ക് ചെയ്ത ബാഗുകൾ ഒരു ദിവസത്തേക്ക് റിസർവ് ചെയ്യപ്പെടും. ബുക്കിംഗ് 24 മണിക്കൂറും ലഭ്യമാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓറഞ്ചും ആപ്പിളും പൈനാപ്പിളും ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളുടെ വില ഉയർന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനം ഇടിഞ്ഞതാണ് വില ഉയരാൻ കാരണമായത്. ലഭ്യത കുറഞ്ഞതോടെ പഴങ്ങളുടെ വില ഉയരുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് കിലോയ്ക്ക് 50 മുതൽ 100 രൂപയാണ് ഉയരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും രൂപയുടെ തകർച്ചയുമെല്ലാം ഇറക്കുമതി ചെയ്യുന്നതും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതുമായ പഴങ്ങളുടെ വിലയെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. ഏതാണ്ട് 25 രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വിൽപ്പനയിൽ മുന്നിലുള്ളത് ആപ്പിളാണ്. ഇവയ്ക്ക് തരമനുസരിച്ച് കിലോയ്ക്ക് 220 രൂപ മുതൽ 300 രൂപയ്ക്ക് മേലെ വില വരുന്നുണ്ട്. 2024 ഡിസംബറിൽ കിലോയ്ക്ക് 100 രൂപയായിരുന്നു വില. ആഭ്യന്തര ആപ്പിൾ സീസൺ കഴിഞ്ഞതിനാൽ വിദേശ ആപ്പിളാണ് വിപണിയിലെത്തുന്നത്. വിപണിയിൽ ഓറഞ്ച് കിലോയ്ക്ക് 100 മുതൽ 110 രൂപയിലെത്തി. മുൻവർഷം ഇതേ മാസത്തേക്കാൾ 50 രൂപ അധികമായിരുന്നു വില. കഴിഞ്ഞ മാസങ്ങളിൽ കിലോയ്ക്ക് 15 രൂപയുണ്ടായിരുന്ന തണ്ണിമത്തൻ വില 45 രൂപയിലെത്തി. പേരയ്ക്ക കിലോയ്ക്ക് 110 മുതൽ 120 രൂപ വരെ വിലയുണ്ട്. വിപണിയിൽ മറ്റു പഴങ്ങളുടെ വരവ് കുറഞ്ഞത് പൈനാപ്പിളിന്റെ വില ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.